ഒരുപക്ഷെ താങ്കൾ കേട്ട് കാണും പി കെ രാഗേഷ് പറഞ്ഞ മുന്നോട്ട് വെച്ച ഉപാധി അന്തിമമായി ഏറ്റവും അവസാനം ഇനി 1 മണിക്കൂറുള്ള സമയം മാത്രമാണ് ശേഷിക്കുന്നത്. അവിടെ സുമാ ബാലകൃഷ്ണൻ KPCC ജനറൽ സെക്രട്ടറിയെ മാറ്റി മേയർ സ്ഥാനത്ത് നിന്നും മാറ്റി പകരം മറ്റൊരാളെ പ്രതിഷ്ഠിക്കണം എങ്കിൽ എൻ്റെ നിലപാട് ഞാൻ കോൺഗ്രസിന് അനുകൂലമായി ഞാൻ മുന്നോട്ട് വയ്ക്കും, രേഖപ്പെടുത്തും. ഒരുപക്ഷെ ആ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? നമ്മുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് സുമാ ബാലകൃഷ്ണൻ KPCC ജനറൽ സെക്രട്ടറിയാണ്. സുമാ ബാലകൃഷ്ണനെ ഐക്യകണ്ഠേനയാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ ലീഡറായിട്ട് തെരഞ്ഞെടുത്തത്. അവരെ മേയർ സ്ഥാനാർത്ഥിയായിട്ടും DCC പ്രസിഡന്റും KPCC നേതൃത്വവും എല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് അവസാന നിമിഷത്തിൽ വെച്ച ഈ ഒരു നിർദ്ദേശം പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുക മാത്രമേ ഉള്ളൂ. പ്രശ്ന പരിഹാരത്തിന് സഹായമാകുമെന്ന് ഞാൻ കരുതുന്നു. അവിടെ ഒരുപക്ഷെ പി കെ രാഗേഷ് മുന്നോട്ട് പറഞ്ഞ കാര്യം, അങ്ങനെ ഒരു നിലപാടിലേക്ക് തീരുമാനത്തിലേക്ക് പോകുമ്പോൾ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ഒരുപക്ഷെ പി രാമകൃഷ്ണനുണ്ട്, KPCC ജനറൽ സെക്രട്ടറിയാണ്, അഡ്വക്കേറ്റ് സജി ജോസഫ് ഉണ്ട്, KPCC ജനറൽ സെക്രട്ടറിയാണ്, തുടങ്ങി ഇത്തരം മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അവരുടെ അഭിപ്രായങ്ങൾ താങ്കളുടെ പേര് പോലും അവിടെ പറയുകയുണ്ടായി. അതൊന്നും ആരായാതെ ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ പ്രബല ഗ്രൂപ്പ്, അവിടെ കെ സുധാകരന്റെ പേര് അദ്ദേഹം പരാമർശിച്ചില്ലെങ്കിൽ കൂടിയും അവിടേക്കാണ് കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നതും അങ്ങോട്ടാണ് വെച്ച് വാക്കുകൾ പറയുന്നതും. അതുകൊണ്ട് ഒരു തീരുമാനം ഏകപക്ഷീയമായി പോയി എന്ന് പി കെ രാഗേഷ് പറയുന്നുണ്ടെങ്കിൽ അതിൽ ചില വാസ്തവമെങ്കിലും ഇല്ലേ? ഇല്ല, അത് കൗൺസിലേഴ്സാണ്, ഇലക്ടപ്പെട്ട കോർപ്പറേഷൻ കൗൺസിലേഴ്സ് ആണ് അവരിൽ നിന്ന് അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. അവരിൽ ആർക്കെങ്കിലും പരാതിയുണ്ടോ? അവർക്കാർക്കും പരാതിയില്ല. അവിടെ എതിരഭിപ്രായമില്ല. ഐക്യകണ്ഠേനയാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് ആർക്കും ഒരു പരാതിയുമില്ല. ആ ഒരു വ്യവസ്ഥ രാഗേഷിന് ഏത് വ്യവസ്ഥയും വെക്കാം. പക്ഷെ അത് പ്രായോഗികമാകണം, സ്വീകാര്യമാകണം. കോൺഗ്രസ് നേതൃത്വത്തിന് സ്വീകാര്യമാകാൻ ഇടയില്ലാത്തൊരു വ്യവസ്ഥയാണ് അദ്ദേഹം ഒരു വിട്ടുമാറുന്നതിന് വഴുതി മാറുന്നതിനുള്ള ഒരു പഴുതുണ്ടാക്കിയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ദയവായി, കാരണം ഇപ്പോൾ നമ്മോടൊപ്പം ഇ പി ജയരാജൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ദയവായി തുടരുക. ഒരു കാര്യം കൂടി ശ്രീ സണ്ണി ജോസഫ്, ഈ പറയുന്ന അവസാനത്തെ ഈ നിലപാട് മാറ്റം ഒരുപക്ഷെ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകുന്ന വലിയൊരു മെസ്സേജാണ്. ഒരുപക്ഷെ ഇതിന്റെ ഇമ്പാക്റ്റ്, അനുരണനങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തെ വലിയ തോതിൽ പലകുറി വിഷയങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ കൊണ്ടുപോകും. ആ ഒരു ബോധ്യമെങ്കിലും നിങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടോ? ശ്രീ സണ്ണി ജോസഫ് എന്നൊക്കെ പറയുന്നത് ഇതിന് ഇമ്പാക്റ്റ് ഉണ്ട്. പിന്നെ ആ ഇമ്പാക്റ്റിന്റെ വലിപ്പം ചെറുപ്പം അതൊന്നും വലുതായിട്ടും കാണുന്നില്ല, ചെറുതായിട്ടും കാണുന്നില്ല. ഇമ്പാക്ട് അതിൽ തന്നെ ഒതുങ്ങുന്ന അതിന്റെ വ്യാപ്തിയിലേ ഉണ്ടാവുള്ളൂ. അതിനെ പെരുപ്പിക്കാനും അതിനെ ലഘൂകരിക്കാനും ഞാനില്ല. വ്യക്തമാണ്. ശ്രീ ഇ പി ജയരാജൻ എങ്ങനെ കാണുന്നു? അവസാന നിമിഷവും പി കെ രാഗേഷ് LDFന് നിരുപാധിക പിന്തുണ നൽകും, പക്ഷേ ചില ഉപാധികൾ വീണ്ടും കോൺഗ്രസിന് മുന്നിലേക്ക് അദ്ദേഹം വെക്കുകയും ചെയ്യുന്നു. താങ്കൾ എങ്ങനെ കാണുന്നു അവസാന നിമിഷത്തെ ഈ ഒരു നീക്കങ്ങളെയും? അതെന്ത് മെസ്സേജ് ആയിരിക്കും ഒരുപക്ഷെ ജില്ലയിൽ നൽകുന്നത്? കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് ഇ പി ജയരാജൻ, പി കെ രാഗേഷ് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു വന്നു. അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹമാണ് പറയേണ്ടത്. ഞങ്ങൾ അതിലെന്തെങ്കിലും ഇപ്പോൾ പ്രതികരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയോ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധപ്പെടലോ അദ്ദേഹം അങ്ങോട്ടോ ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരും അങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹവും അദ്ദേഹത്തിന് ചുറ്റുമുള്ള അദ്ദേഹത്തിന്റെ കുറെ പ്രവർത്തകന്മാരും സഹപ്രവർത്തകന്മാരും അനുയായികളുമായിട്ടുള്ള ഒരു വലിയ ബഹുജന വൃന്ദമുണ്ട്. അവരുമായി ആലോചിച്ചുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ നിലയിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ആ നിരുപാധിക പിന്തുണ, മുന്നോട്ട് വെക്കുന്ന നിരുപാധിക പിന്തുണ, അതിനെ ഏതർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നു? അദ്ദേഹത്തിന്റെ ഒരു നിലപാട് പറഞ്ഞതാണ്. ആ നിലപാട് അദ്ദേഹം പറഞ്ഞു, അത്ര തന്നെ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇനിയും കാത്തിരുന്ന് കാണാം.
എന്തായാലും ഭരണപ്രതിസന്ധി ഒഴിവാകണം, ത്രിശങ്കു എന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ പറഞ്ഞ ആ ഒരു ഘട്ടം പിന്നിടണം. അവിടെ ഒരു പക്ഷേ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു ഉപാധി അത് സ്വീകരിക്കുക തന്നെ ചെയ്യും LDF. അവിടെ ഒരു ഭരണം ഉണ്ടാകുക എന്നുള്ളതാണല്ലോ എല്ലാവരും ചിന്തിക്കുന്നത്. തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് മത്സരം നടന്നാൽ ഒരു ഭരണം ഉണ്ടാകും. അത് ഭരണവും പ്രതിപക്ഷവും എല്ലാം കൂടി ചേർന്നുകൊണ്ട് നാടിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് LDFനുള്ളത്. അതിനനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് LDF പ്രവർത്തിക്കുക. ഞങ്ങൾ ജയിച്ച സ്ഥലങ്ങളിൽ മാത്രമല്ല തോറ്റ സ്ഥലങ്ങളിലും നാടിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ നിക്ഷിപ്തമായിട്ടുള്ള ചുമതല. ആ ചുമതല ഞങ്ങൾ നിർവഹിക്കും. പക്ഷേ ഇപ്പോഴും ഒക്കെ കാര്യങ്ങൾ പറയുമ്പോഴും അവസാനമായ ഒരു ചോദ്യം കൂടി, കാരണം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞാൻ എന്തായാലും മാൻഡേറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉപാധി മുന്നോട്ട് വെച്ചാൽ കൂടി അത് മാറാം, ഫ്ലെക്സിബിളാണ്, ഒരു റിജിഡായിട്ടൊരു തീരുമാനമല്ല. ഇപ്പോൾ LDFന് നിരുപാധിക പിന്തുണ ഞാൻ ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അത് ഫ്ലെക്സിബിളായിരിക്കും തീരുമാനം, കാരണം അത് നാളെയും വേണമെങ്കിൽ മാറാം എന്ന ഒരു ഉപാധി വെക്കുമ്പോൾ ചില സുഖകരമല്ലാത്ത സൂചനകൾ കൂടിയല്ലേ ഭാവിയിലേക്കുള്ള. അതൊന്നും ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, അത്ര തന്നെ. യെസ്, വളരെ നന്ദി വളരെ നന്ദി EP ജയരാജൻ. ഇപ്പോൾ PK രാഗേഷിന്റെ നിലപാട് കൂടി ഒരിക്കൽ കൂടി കേൾക്കേണ്ടതുണ്ട്. കേരളം കണ്ണൂർ കാതോർത്തിരുന്ന ആ ഒരു വാക്കുകളായിരുന്നു. ഇനിയുള്ള നിമിഷങ്ങൾ എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയ നിർണായകമായ മുസ്ലിം ലീഗിന്റെ മേയർ സ്ഥാനാർത്ഥിയാണെങ്കിലും ഞാൻ വോട്ട് ചെയ്യും. ഈ സുമാ ബാലകൃഷ്ണന് പകരം അമൃത രാമകൃഷ്ണൻ A ഗ്രൂപ്പിൽ നിന്നുള്ള അമൃത രാമകൃഷ്ണൻ A ഗ്രൂപ്പല്ല. അവര് തന്നെ കുറച്ചു മുമ്പേ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ അച്ഛൻ്റെ പാത പിന്തുടരുന്നു, അച്ഛൻ എല്ലാ സന്ദർഭങ്ങളിലും I ഗ്രൂപ്പാണ്, ആ I ഗ്രൂപ്പിനോടൊപ്പമാണ് ഞാൻ A ഗ്രൂപ്പല്ല എന്ന് വളരെ വ്യക്തമായി അമൃത രാമകൃഷ്ണൻ വളരെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഒരു വിലപേശലുമല്ല. കണ്ണൂർ ജില്ലയിലെ ഏകാധിപത്യ സ്വഭാവത്തിനും കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിനെയും സംരക്ഷിക്കാനുള്ള എൻ്റെ അവസാനത്തെ പോരാട്ടത്തിൻ്റെ നാന്ദിയാണിത്. ഒരു ചർച്ചയുമല്ല, ഞാൻ ഇതുവരെ ഒരു ചർച്ചക്കും മുന്നോട്ട് പോയിട്ടില്ല. ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു എന്നല്ലാതെ ഞാൻ ഒരു ചർച്ചയിലും പങ്കെടുത്തിട്ടില്ല. ഇപ്പം ഞാൻ ചാലാട് ശ്രീ ധർമ്മശാസ്താവിനെ കണ്ട് ഇവിടെ 2012 മെയ് 17 രാത്രി CPMകാർ കൊല ചെയ്യപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന സജീറിൻ്റെ ശവകുടീരത്തിൽ അവിടേക്ക് പോയി, എൻ്റെ അച്ഛൻ്റെ പയ്യാമ്പലത്തുള്ള ശവകുടീരത്തിൽ പോയി നേരെ വോട്ടിങ്ങിന് വേണ്ടി കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് ഞാൻ നിരുപാധിക പിന്തുണ മാത്രമാണ്, LDF ആയിട്ടില്ല, നിരുപാധിക പിന്തുണ മാത്രമാണ്. അങ്ങനെ എന്നെക്കുറിച്ച് ആരൊക്കെ എന്ത് പറഞ്ഞാലും, എന്നെക്കുറിച്ച് ഇതിനു മുമ്പുള്ള ആരോപണങ്ങൾ, പയ്യാമ്പലം കിളച്ചുകോരി പല ആരോപണങ്ങളും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 7 വർഷമായി അത് ഞാൻ കൊണ്ടു നടക്കുന്ന ആ വേദന എനിക്ക് മാറാൻ സാധിച്ചത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. ഈ തെരഞ്ഞെടുപ്പിലും അതുണ്ടായി. അങ്ങനെ പല ആരോപണങ്ങളും എന്നെ കുറിച്ചുണ്ടാവാം. അതൊന്നും എന്നെ സംബന്ധിച്ച വ്യക്തിപരമായി ഇപ്പോഴും K സുധാകരനായി നല്ല ബന്ധമാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായി എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരോടും നിലപാടുകളോടാണ് എൻ്റെ വെറുപ്പ്. PK രാഗേഷ് നിലപാട് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇനിയുള്ള നിമിഷങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസിന് മുഖവിലയ്ക്ക് പോലും കണക്കിൽ പോലും എടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, ഉപാധികളാണ് അദ്ദേഹം അവസാന നിമിഷവും വെച്ചിരിക്കുന്നത്. സുമാ ബാലകൃഷ്ണനെ മാറ്റുക, KPCC ജനറൽ സെക്രട്ടറിയായ സുമാ ബാലകൃഷ്ണനെ മാറ്റി പകരം മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്ന അവസാന നിമിഷത്തെ ആയുധം അദ്ദേഹം പുറത്തെടുത്തിരിക്കുന്നു. LDFന് നിരുപാധിക പിന്തുണ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെ വ്യക്തമാക്കണം. എന്നാൽ ഇനി നിമിഷങ്ങൾ മാത്രമായിരിക്കും മേയർ തിരഞ്ഞെടുപ്പിന് ഉള്ളത്.